ൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിന് 7 കിലോമീറ്റർ തെക്കുമാറിയുള്ള തിരുനാവായ എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത്. മാഘമാസത്തിലെ മകന്നാളിലെ ഉത്സവമാണ് മാമാങ്കമായത്. ഒരു മാസക്കാലത്തോളം നടക്കുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് വ്യാപാരമേളകൾ, കായിക പ്രകടനങ്ങൾ, കാർഷിക മേളകൾ, ചാവേർ പോരാട്ടങ്ങൾ എന്നിവയും അരങ്ങേറിയിരുന്നു. സ്വന്തം കഴിവുകളിൽ മികവ് പ്രകടിപ്പിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നു. മാമാങ്കത്തിന്റെ രക്ഷാധികാരിയാവുക എന്നത് ആഭിജാത്യം നൽകിയിരുന്ന ഒരു പദവിയായിരുന്നു. അതിനായി വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളും ചരിത്ര പ്രസിദ്ധമാണ്. മാമാങ്കത്തിന് ഇതുമൂലം കൈവന്ന രാഷ്ട്രീയ പ്രാധാന്യത്തെ തുടർന്ന് കാലാന്തരേണ മാമാങ്കവേദിയിൽ ചാവേറുകളായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ പോരാട്ടം മാമാങ്കത്തിലെ പ്രധാന ഇനമായി തീർന്നു. ഞങ്ങൾ ടീം ചാവേർ പട അണിയിച്ചൊരുക്കുന്നു ചാവേർ പണയം. നിലക്കടലേ നിലക്കടലേ, വിളയോ തുച്ഛം ഗുണമോ മെച്ചം, നിലക്കടലേ നിലക്കടലേ. ചിലക്കാണ്ട് പോയിന്റടാ അവന്റെ ഒരു നീലക്കടൽ. എന്റെ ഒരു കപ്പല് കൂടി കൊണ്ടുപോടാ. കപ്പലെന്റെ കയ്യിലുണ്ടടാ, കപ്പലുണ്ട്. എന്താ നിനക്ക് വേണോ? അത് പൊതിഞ്ഞ് നീ തന്നെ വെച്ചോളി. തേങ്ങയ്ക്കൊരു മാങ്ങ, മാങ്ങയ്ക്കൊരു തേങ്ങ. എങ്ങനെ ഒരു സംബന്ധം കൂടി അറച്ചു കൊടുത്തൂടെ? പെൺമാടികൾ തേങ്ങ വിൽക്കാനും സമ്മതിക്കില്ലേ? സേർത്തി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എവരൊക്കെ ഞാൻ ഒന്ന് പോയേടാ, വെറുതെ ഇടിമേടിച്ച് കൂട്ടണ്ട. സേർത്തി പറഞ്ഞതുകൊണ്ട് ഞാൻ വിടുന്നു, അല്ലേ വെടിവാങ്ങി കൂട്ടിയാണ്. ആദ്യം നീ അതൊന്ന് പൊക്കാൻ നോക്ക്, എന്നിട്ട് മതി നിന്നെ ഓടിക്കാം. നിനക്കുമില്ലേ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും? അവരുള്ള മാമാങ്കം കാണാൻ വേണ്ടി പോയി. സേരത്തി, നമുക്ക് പോകാം മാമാങ്കം കാണാൻ. നല്ല സദ്യ ഉണ്ടോടെ. എന്റെ പൊന്നോ, ഇങ്ങനെ തിന്നാനൊരു ജന്മം. പോയി പള്ള നിറക്കിടടാ, നിനക്കതാണ് പട്ടിയത്. നാണം കെടുത്താണ്ട് വാടാ, പോകാം. ദേവർന്ന് അടുത്തൊരുത്തൻ, ഇനി ഇവനെ പിടിക്കാം. എവിടെ പോകുന്നതാ ഈ കുളിങ്ങി കുളിങ്ങി? നമ്മളത്തിന്റെ അടുത്ത് പോകുന്നു പണയം വെക്കാൻ. ഉള്ള പണ്ടം മൊത്തം ആ സുബക്കർ സൃഷ്ടിച്ച് മേടിച്ചെടുത്തു. ഇനി ഇത് കൂടിയേ ബാക്കിയുള്ളൂ. പണ്ടത്തിന്റെ കൂടെ നിന്റെ ജീവൻ പോകാതെ നോക്കിക്കോ. പേടിപ്പിക്കുന്നോടാ. പോയിന്റടാ, ഓടാ, നമുക്ക് അടുത്ത കടവിലേക്ക് പോകാം. രാമ, ആ ചെല്ലത്തിന്ന് താമ്പൂലങ്ങൾ എടുത്തു തരിക. തമ്പ്ര, ഏതോ ഒരു അലവിലാതി പുറത്തു വന്ന് നിപ്പുണ്ട്. കണ്ടിട്ട് പണയം വെക്കാനാണെന്ന് തോന്നുന്നു. തോന്നിയാസം പറയുന്നോടാ. ബാക്കിയുള്ളവൻ എന്തോരം വിളിച്ചു കാണിച്ചിട്ട് വേണം ഇവന്റെയൊക്കെ പണ്ടം നമ്മുടെ പെട്ടിയിൽ വരാൻ. കേറി വരാൻ പറയുന്നടാ. സുഭദ്ര പറയുമ്പോൾ അങ്ങോട്ട് ചെയ്യടാ. നീ സിരിച്ച് സിരിച്ച് ഇവിടെ ഒരു വഴിക്കാക്കി. അതെ, ഈ കമലം പറയും പോലെ ചെയ്താ മതി. ദേ, വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അവൻ ഇങ്ങോട്ട് വന്നോളും. ഓ, കമലം പറയും പോലെ. ഓ, ചക്കിക്കൊത്ത ചങ്കരൻ എന്തു പറഞ്ഞാലും അങ്ങോട്ട് ചെയ്തോളും. മൗലി മണി തിങ്കളാശി. പത്തര മാറ്റാ. സന്ത്ര, ഇതിനൊരു 5 അണ കിട്ടും. സന്തോഷായില്ലേ? എനിക്കൊരു 10 അണയെങ്കിലും വേണം. അവന്റെ ഒരു 10 അണ. എടോ പിള്ളേ, എന്റെ നെഞ്ചത്തേക്കല്ല, അവിടെ കൊണ്ടുപോയി ഒരുക്കി. പിള്ളേ,
നിന്റെ മാന്ത്രികക്കല്ല് വെച്ചങ്ങോട്ട് ഉരച്ചു നോക്ക, എന്നിട്ട് പറയേ ഇതിന്റെ മാറ്റം. ഇതിനൊരു ആണ് കൊടുക്കാനേ പറ്റൂ. നമുക്കൊരു 8 ഉറപ്പിച്ചാലോ? ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. നീ വീട്ടിൽ പോകണ്ട, ഇവിടെ നിന്ന് പണി ചെയ്തോ. മാട്ടിയുടെ ഒരു തമാശ. പിള്ളേ അതൊന്നും കേട്ട് കാണിച്ചേ. ഇങ്ങോട്ട് ഇനി എന്നാലേ പണ്ടവും പോവും, ഇവിടുത്തെ അടിമയാവും. കമലം, കമലം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? അതെ, ആവാൻ തമ്പാട്ടി. നടക്ക് പുറത്തേക്ക്. വന്നതും പോയി, ഇനിയുള്ള പലിശ എങ്കിലും കിട്ടുമെന്ന് നോക്കാം. തൊടിയിലെ സീതയും രമണിയും വന്നിട്ടുണ്ട്, എന്തോ ചോദിക്കാൻ. തമ്പാട്ടി പട്ടിണിയാണ്. ഞങ്ങളുടെ കയ്യിൽ 2 ചക്കയുണ്ട്, തന്നാൽ എന്ത് തരും? തിന്നിട്ട് സക്ക കുറു തരും. അല്ലേൽ തന്നെ തമ്പ്രാന്റെ ശല്യം സഹിക്കാൻ വയ്യ, ഇനി സക്കക്കുരു കൂടി ആയാൽ ശുഭം. അപ്പോ ഞങ്ങളുടെ ചക്ക വേണ്ടേ? അവിടെ ഒരു സക്ക. പോയി പാടത്ത് പണിയെടുക്കാൻ നോക്ക്. ഓ, യമുനാ റാണിയാണെന്നാ പാവം. വാടി പോവാ. ഈ മാസം മാമാങ്കമായതിനാൽ തമ്പുരാൻ പറഞ്ഞത്രയും പണയം നമുക്ക് കിട്ടുമായിരിക്കുമല്ലേ? ആ, കിട്ടിയാ കൊള്ളാം. ഇല്ലെങ്കിൽ അവരുടെ ഒപ്പം പാടത്തേക്ക് പറഞ്ഞു വിടും അങ്ങേര്. ഓ, അത് തമ്പാട്ടി ഒറ്റയ്ക്ക് പോയാൽ മതി. മാമാങ്ക സ്ഥലത്ത് പോയി എല്ലാരോടും പറഞ്ഞാലോ ഇങ്ങോട്ട് വരാൻ? എല്ലാരും വന്നിട്ട് എന്തിനാ? നിന്റെ കഥകളി വല്ലതും ഉണ്ടോ അവിടെ? തമ്പാട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ, എന്താന്ന് വെച്ചാ പറ. മാമാങ്ക സ്ഥലത്ത് യമുന റാണിയുടെ അഴിഞ്ഞാട്ട നൃത്തം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? പ്രമാണിമാരുടെ മൊത്തം പണം നമ്മുടെ വെട്ടിയിലാക്കാം. എന്റെ പൊന്ന് രാജപ്പ, കഴിഞ്ഞ തവണ അവൾ അഴിഞ്ഞാടിയന്റെ പണം ഇപ്പോഴും കടമാണ്. എന്റെ ഈ മാസത്തെ കൂലിയും കിട്ടിയിട്ടില്ല. ഇന്നിവിടെ പഴങ്കഞ്ഞി ആയിരുന്നു. നീ ആദ്യം പോയി പണം കൊണ്ടുവരാനുള്ള വഴി നോക്ക് രാജപ്പ. കൂടുതൽ നിന്നാൽ യമുന റാണിക്ക് പകരം ഞാൻ കളിക്കേണ്ടി വരും നൃത്തം. പോയേക്കാം. തമ്പാട്ടി, കരം പിരിക്കാൻ പോയവന്മാർ വരുന്നുണ്ട്. അമ്പാട്ടി 5 വീടും 10 ഏക്കർ സ്ഥലവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഗോമാതാവിനെ കിട്ടി, 2 അടിയും കിട്ടി. ഇനിയിപ്പോ പാലും കുടിക്കാമല്ലോ. തല്ലും മേടിച്ചോണ്ട് വന്നേക്കുന്നു മൊണ്ണകള്. തുട്ടൊന്നും കിട്ടിയില്ലേ? പശുവിനെ കിട്ടിയില്ലേ? അതുപോലെ പാല് കുടിക്കും മാണിക്യം. ഓ, നിന്റെയൊക്കെ വയറ് വീർക്കണമെന്നല്ലാതെ ഇവിടുത്തെ പെട്ടി വീർക്കണില്ലല്ലോ. എന്നെയല്ല, നിന്നെയാണ്. സമയം കളയാതെ മാമാക കളത്തിൽ പോയി 4 കായ് പിരിക്കാൻ നോക്കിയില്ലടാ. ഉള്ള കായ കളഞ്ഞേച്ചും വരാതെ നോക്കിക്കോ. ചാവേറുകൾക്ക് പന്തയം കെട്ടി കളത്തിലിറക്കി പോരടിപ്പിക്കുന്നുണ്ട്. ചാകുന്നവന്മാർ ചാകും. ജീവൻ കിട്ടിയാൽ അവന്റെ ഭാഗ്യം. ജയത്തിനും പരാജയത്തിനും പന്തയം കെട്ടാൻ നമ്മുടെ ആളുകൾ പുറത്തു നിൽക്കും. എല്ലാ പണവും നമ്മുടെ വെട്ടിയിലേക്ക്. അതെ, മകൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി. നിനക്ക് അത്ര ദണ്ണം ഉണ്ടെങ്കിൽ നീ പോയി ഉസ്തി പിടിക്കും. തമ്പാട്ടി, തമ്പാട്ടി, എല്ലാം പോയി തമ്പാട്ടി. കിടന്ന് ചിലക്കാതെ കാര്യം പറയില്ലടാ. ആ മൈസൂർ രാജാവില്ലേ, ഹൈദരാലി മലബാർ മുഴുക്ക് പിടിച്ചടക്കി. നമ്മുടെ മാമാങ്കം. ദൈവമേ, നമ്മുടെ ചാവേറുകൾ. പേര് പോലെ തന്നെ ഒരെണ്ണം ബാക്കിയില്ല. എളിക്കുന്നോടാ നാണം കെട്ടവനെ. ഓ, നാണം കെട്ട് നിൽക്കുന്ന ആരാണെന്നൊക്കെ കാണുന്നവർക്കറിയാം. തമ്പാട്ടി, അനേകം ചാവേറുകളുടെ രക്തം പകർന്നു നൽകിയാണ് നീ കാണുന്നതെല്ലാം നമ്മൾ പടുത്തുയർത്തിയത്. അവരുടെ ചോരയ്ക്ക് നമ്മൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ. കാലമൊന്നിനും കണക്ക് പറയാതെ പോയിട്ടില്ല തമ്പാട്ടി. ചരിത്രങ്ങൾ വളച്ചൊടിക്കാനോ പരിഹാസപ്പെടാനോ ഉള്ളതല്ല. കെട്ടകാലത്തിന്റെ ദുരാചാരങ്ങളോട് പടവെട്ടി ചാവേറായ അനേകം ജീവനുകളുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നാണ് നാം ഇന്ന് കാണുന്ന സുന്ദരകയാണ് പടുത്തുയർന്നത്. ദുരാചാരങ്ങളുടെ ഒരു മാമാങ്കം ഇനി വേണ്ട നമുക്ക്. ഒന്നിക്കാം നല്ലൊരു ലോകത്തിനായി.